Hello guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഹെയർ കളർ വീഡിയോ ആണ്. ഞാൻ ഇതിന് മുമ്പ് ഹെയർ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം പക്ഷേ അത് ഗാർണിയറിന്റെ ഹെയർ കളറാണ് ഞാൻ ചെയ്തത്. വലിയ ഫ്ലോപ്പായിരുന്നു അത്. ഓർഡർ ചെയ്ത കളർ അല്ലായിരുന്നു അത്, ഷെയ്ഡ് അല്ലായിരുന്നു വന്നത്. ഞാൻ വെച്ച് കുഴപ്പമില്ല, അത് എന്തായാലും ചെയ്യാമെന്നും ചെയ്തു. പക്ഷേ ഈ വെയിലത്തേക്ക് മാത്രം ഭയങ്കര വെട്ടടിക്കും, ചെറുതായിട്ടൊന്ന് അറിയും. ഞാൻ അതിൻ്റെ മുടിയുടെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഷെയ്ഡ് വന്നിട്ട് 5ഉം എനിക്ക് വന്നത് 4ഉം ആയിരുന്നു. പക്ഷേ ഈ രണ്ട് ഷെയ്ഡ് നല്ല റിവ്യൂ ആയിരുന്നു. ഞാൻ വിളിച്ച കുഴപ്പമില്ല, നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിട്ടല്ലേ, പിന്നെ റിട്ടേൺ ഒന്നും അയക്കേണ്ട, നമുക്ക് ചെയ്ത് വെക്കാം. ചെയ്ത് നോക്കിയപ്പോൾ എന്താ, ഞാൻ പറഞ്ഞേ നല്ല ഫ്ലോപ്പായിരുന്നു. നല്ല എനിക്കിപ്പോൾ തന്നെ ഹെയർ കളർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉപേക്ഷിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ വെച്ച് വീണ്ടും തന്നെ ഹെയർ കളർ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ കുറേ നോക്കിയാൽ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടാണ് ഒരു ഹെയർ കളർ, നല്ലൊരു ഹെയർ കളർ ഇപ്പം കണ്ടുപിടിച്ചെന്ന് വെച്ചും നല്ല ഹെയർ കളർ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അന്നേരം ഇനി എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇത് ചെയ്ത് വരുമ്പം ഇത് സൂപ്പർ നല്ലതായിരിക്കും അതോ ഫ്ലോപ്പ് ആവുമോ എന്ന് അറിയത്തില്ല. വെച്ചാൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ ഹെയർ കളർ ചെയ്യും. അത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിഹിത. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കാൻ, തോളെന്ന ഓപ്ഷൻ കൊടുക്കാം. അത് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ എടുക്കുന്ന ഹെയർ കളറാണ് സ്ട്രീക്സിൻ്റെ ഹെയർ കളർ ആട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാപ്പിച്ചൂനോ ബ്രൗൺ ആണ്. റേറ്റ് വന്നിട്ട് 175 രൂപയാണ്. ഞാൻ നൈക്കിന്നാണ് ഈ ഹെയർ കളർ മേടിച്ചത്. അതായത് എനിക്ക് അന്ന സമയത്ത് അത് ഓഫറാണ് ഉണ്ടായതുകൊണ്ട് തന്നെ 130 ആ റേഞ്ചിലാണ് കിട്ടിയത്. ഞാൻ ലിങ്ക് തന്നെ കൊടുത്തിരിക്കാം. ഇതേപോലത്തെ പാക്കേജിംഗ് ആട്ടോ ഇത് വരുന്നത്. ഇന്നത്തെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ബ്ലോണ്ടറും ഡെവലപ്പറും ആട്ടോ ഇത് രണ്ടും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ഇതായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് അറിയാം, ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത്. ഇത് കളറിൻ്റെ ആണ്. പിന്നെ ഇതേപോലെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. സാധനത്തെ പേരുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അത് കണ്ടീഷണറാണ് കേട്ടോ. കണ്ടീഷണർ വരുന്നുണ്ട് ഇതിനകത്ത്, 2 കണ്ടീഷണർ വരുന്നുണ്ട്. അതുപോലെ ഗ്ലൗസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അന്നേരം ഇനി നമുക്ക് എങ്ങനെയാണ് ഞാൻ ഹെയർ കളർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ വലിയൊരു പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ ഇത് ഹെയർ കളർ ചെയ്യാനിരുന്നത്. കാരണം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം, നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ഹെയർ കളർ ചെയ്യേണ്ടേ നോക്കാം. എന്നിട്ടും അത് നിങ്ങൾ എന്തായാലും ഹെയർ കളർ ചെയ്യാതിരിക്കാമല്ലോ കേട്ടോ. കാരണം എനിക്കൊരു ഇത് കിട്ടിയതാണ്. കാരണം ഞാൻ അത്രയ്ക്കും വലിയ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. കാരണം ഒന്നാമതായാലും ഞാൻ എനിക്ക് താഴോട്ട് മാത്രം മുഴുവൻ അറ്റത്തോട്ട് മാത്രം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അത് മിക്കയിടത്തും കളർ കറക്റ്റായിട്ടൊന്നും ആയില്ലായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്ക് എവിടെയൊക്കെ വേണ്ട അവിടെ തന്നെ നമുക്ക് ചെയ്യാൻ. എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഞാൻ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഹെയർ കളർ ചെയ്തത്. അന്നേരം എനിക്ക് ആ ടൈമിൽ കിട്ടിയതൊന്നും ഇല്ലായിരുന്നു, കടയിൽ തിരക്കിയിട്ടൊന്നും. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞില്ല. അതേപോലെ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ഞാൻ ചെയ്തു. ഞാൻ കറക്റ്റ് നോക്കട്ടെ എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് നോക്കണം. ഇങ്ങോട്ട് താഴോട്ട് മാത്രം ചെയ്താൽ മതി, മുടി അറ്റത്തോടെ. ഞാൻ കറക്റ്റ് മുടിയിൽ എടുക്കുകയാണ്. എനിക്ക് പിടിക്കാനൊന്നും അധികം ആക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബ്ലോണ്ടറും ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്ത് മുടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുത്തേട്ടാ. അങ്ങനെ കുറച്ച് മുടിയൊന്നും എടുത്തല്ല അപ്ലൈ ചെയ്താൽ. നിങ്ങൾ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മുടിയെടുത്ത് അപ്ലൈ ചെയ്താൽ നോക്കുക. പിന്നെ മൊത്തം കൂടി ഇങ്ങനെ ഒരുമിച്ച് തേക്കുമ്പം നമുക്ക് കറക്റ്റ് എല്ലായിടത്തും ആയെന്ന് വരത്തില്ല. കാരണം അനുഭവം ഉണ്ടാകാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുടി എടുത്ത് കളർ ചെയ്യുക കേട്ടോ. അന്നേരം എനിക്ക് തോന്നുന്നത് ഇത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുടിയിൽ. താഴോട്ട് മാത്രമല്ല, മേലോട്ടൊന്നും ചെയ്യുന്നില്ല, താഴോട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഈ വെട്ടിൻ്റെ കുഞ്ഞു മുടിയില്ലേ, അതിന് താഴെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഒരു ബ്ലീച്ച് തന്നെ കേട്ടോ. കാരണം ഒരു ബ്ലീച്ച് സ്മെല്ല് തന്നെയായിരുന്നു കറക്റ്റ്. കണ്ണൊക്കെ നല്ലപോലെ പുകയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങൾ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടുത്തിരുത്തലും കേട്ടോ. അത് മാറ്റിയിരുത്താൻ നല്ലതായിരിക്കും. ഞാൻ അടുത്ത സൈഡ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ചെയ്ത പോലെ തന്നെ എല്ലാം കൂടെ മുടിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം മുടി അറ്റത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെട്ടിയിട്ട് കുഞ്ഞു മുടിയില്ലേ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് 2 സൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ വെച്ചേക്കണമെന്നാണ് പറയുന്നത്. 1/2 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഷാമ്പു വെച്ചൊന്ന് കഴുകി കളയണമെന്നാണ് പറയുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് മുടിയൊക്കെ നല്ല ഉണങ്ങി കേട്ടോ. ഇത് അതിനുശേഷമുള്ള കളറാണ് നിങ്ങൾ കാണുന്നത്. ചെറിയൊരു കളർ ഇപ്പം തന്നെ ഉണ്ട്. ഈ ഒരു കളർ മതിയെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എനിക്കന്നേരം ഞാൻ അടുത്ത സ്റ്റെപ്പും കൂടി ചെയ്യുവാണ്. ഇത് കളറൻറ്റും ഡെവലപ്പറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത മുടി അപ്ലൈ ചെയ്യണം കേട്ടോ. സത്യം പറയാൻ ഈ ഒരു ടൈം ഞാൻ ശരിക്കും നെറ്റ് കേട്ടോ. കാരണം ഞാൻ
പേപ്പറിലോട്ട് കളർ റെൻറ്റ് മിക്സ് ചെയ്തപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കളർ റെൻറ്റിൻ്റെ കളർ വന്നിട്ട് ഒരു ക്രീമി കളറായിരുന്നു കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ ലാവൻഡർ കളറായിരുന്നു, കറക്റ്റ് നല്ല കടും ലാവൻഡർ കളർ. എൻ്റെ മുടി അപ്ലൈ ചെയ്താൽ ശരി അത്യം പറയാൻ എൻ്റെ അമ്മേനെ വീട്ടിൽ അടിച്ചിറക്കും. ഞാൻ അത്യാണ് പേടിച്ചു വേണം. അത്യം പറഞ്ഞാൽ ഞാൻ ഈ കളർ എൻ്റെ എന്തുവാ കളർ മാറിപ്പോയി എന്തുവാണ്. എന്നാലും ഞാൻ ചെറിയൊരു പേടിയോടെയാണ് ഇത് അപ്ലൈ ചെയ്തത് മുടിയിലോട്ട്. ഇനി എന്തും പറയട്ടെ, ഇനി ഇപ്പോൾ ലാവൻഡർ ആണെങ്കിൽ ഇനി നമ്മളെടുത്ത കളറാണെങ്കിലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് മുടി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കളർ. കാരണം ഞാൻ ഇതിൻ്റെ വേറെ കുറച്ച് ഹെയർ കളറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് കറക്റ്റ് അവർ ഇപ്പം കറക്റ്റ് കളർ തന്നെ കേട്ടോ വന്നത്, വേറെ കളറൊന്നും അല്ല വന്നത്. ഇതിന് എന്തും വരട്ടെ എന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തു കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് വലിയ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല, കാരണം നമുക്ക് നേരത്തെ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എവിടെയൊക്കെയാണ് ഇനി ഹെയർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. നമ്മൾ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഹെയർ കളർ മാത്രം എടുത്ത് മുടിയുടെ കുറച്ചുകൂടെ മേളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെയൊന്നും വലിയ കളറൊന്നും വന്നില്ല കേട്ടോ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ടും. പിന്നെ ഒരു കാര്യം, വീഡിയോയിൽ കുറച്ച് ലൈറ്റിങ്ങിന് പ്രശ്നമുണ്ട് കേട്ടോ. അന്ന് നല്ല മഴയായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത അന്ന്. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ അധികം മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് പകുതി എത്തിയപ്പോഴേക്കും നല്ല മഴയൊക്കെ ഇരുണ്ട് കയറി. അങ്ങനെ ലൈറ്റിങ്ങിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അന്നേരം അതൊന്ന് ക്ഷമിച്ചേക്കുക. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading. ഇത് ഫുൾ മുടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 30 മിനിറ്റ് വെച്ചേക്കാനാട്ടോ പറയുന്നത്. അന്നേരം 30 മിനിറ്റ് നമുക്ക് എയർ വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഫൈനൽ ലുക്ക് അന്ന് തന്നെ എല്ലാവരും ഷൂട്ട് ചെയ്ത്, കാരണം പറഞ്ഞ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഫൈനൽ ലുക്ക് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുമ്പോൾ എല്ലായിടത്തും കളർ ഉള്ളവരെ തോന്നും, പക്ഷേ മിക്കയിടത്തും കളർ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ മുടി മൊത്തം എടുത്തല്ലേ ഒരുമിച്ച് എടുത്തല്ലേ അപ്ലൈ ചെയ്തത്, അന്നേരം അതുകൊണ്ടാണ് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതുകൊണ്ട് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ കാണുമ്പോൾ അത്രയും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ചില മുടിയിലൊന്നും കളറില്ല. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന. പിന്നെ ഈ ഹെയർ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.